സുഹൃത്തുക്കളെ, വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ലോകരാജ്യങ്ങൾ മുഴുവൻ തങ്ങളുടെ വ്യോമസേനകളെ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിലേക്ക് മാറ്റാനുള്ള നെട്ടോട്ടത്തിലാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം നിർമ്മിത ബുദ്ധിയും ഡ്രോൺ നിയന്ത്രണവും ഒക്കെയുള്ള വിമാനങ്ങൾ വികസിപ്പിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ അഞ്ചാം തലമുറ വിമാനമായിട്ടുള്ള ആംക പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനൊപ്പം തന്നെ ആഗോളതലത്തിലുള്ള ഏതെങ്കിലും ഒരു ആറാം തലമുറ യുദ്ധവിമാന പദ്ധതി പരിശോധിച്ച് അതിൽ പങ്കുചേരാനും ഇന്ത്യ സജീവമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന തന്നെ ഇതിൻ്റെ അടിയന്തര ആവശ്യകത സർക്കാരിനോട് നേരിട്ട് എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ ഇടയിലാണ് യൂറോപ്പിൽ നിന്നും ഒരു ഇരുട്ടടി വരുന്നത്. ഫ്രാൻസും ജർമ്മനിയും സ്പെയിനും ചേർന്ന് നിർമ്മിക്കാൻ പോകുന്ന ആറാം തലമുറ യുദ്ധവിമാന പദ്ധതിയായിട്ടുള്ള FCAS ഫ്യൂച്ചർ കോമ്പാറ്റ് എയർ സിസ്റ്റം പൂർണ്ണമായിട്ടും തകർച്ചയുടെ വക്കിലാണെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പദ്ധതിയിൽ ചേരുന്ന കാര്യവും നമ്മൾ വളരെ സജീവമായിട്ട് പരിഗണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആംക മാർക്ക് 2 കരുത്തേകേണ്ട പുതിയ ജെറ്റ് എഞ്ചിൻ ഫ്രാൻസുമായിട്ട് ചേർന്നാണ് നമ്മൾ വികസിപ്പിക്കാനിരുന്നത്. FCAS പദ്ധതി തകർന്നതോടുകൂടി ആ എഞ്ചിൻ ഡീലും പ്രതിസന്ധിയിലാകുമോ എന്നാണ് ഇന്ന് ഡിഫൻസ് അനാലിസ്റ്റുകൾ ഉറ്റുനോക്കുന്നത്. ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് ഈ FCAS? ഈ യൂറോപ്യൻ സ്വപ്നം എങ്ങനെയാണ് തകർന്നത്? നമുക്ക് ആദ്യം അതൊന്ന് കാണാം. അഞ്ചാം തലമുറ സാങ്കേതിക വിദ്യയെ പൂർണ്ണമായിട്ട് മറികടന്ന് നേരിട്ട് ഒരു ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഏകദേശം 100 ബില്യൺ യൂറോ ചെലവിൽ FCAS പ്രഖ്യാപിച്ചത്. F-35 പോലെയുള്ള വിമാനങ്ങളെക്കാളും മികച്ച ഒരു സിസ്റ്റം. എന്നാൽ പൊളിറ്റിക്കോ അതുപോലെ ആവിയാസി ഓൺലൈൻ തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഒരു ഡെഡ് ലോക്കിലാണ്, എന്ന് പറഞ്ഞാൽ ഒരു മരിച്ച അവസ്ഥയിലാണ്. ഇതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഇതിൻ്റെ IP റൈറ്റ്സും വർക്ക് ഷെയറിനെയും പറ്റിയുള്ള അവകാശ തർക്കങ്ങൾ. ഫ്രഞ്ച് കമ്പനിയായ ഡസോയും ജർമ്മനിയെ പ്രതിനിധീകരിക്കുന്ന എയർബസും തമ്മിലാണ് പ്രധാന തർക്കം. വിമാനത്തിൻ്റെ പ്രധാന ഡിസൈൻ ആര് നിയന്ത്രിക്കും, ബുദ്ധിമുട്ടുള്ള കോർ ടെക്നോളജികളുടെ പകർപ്പവകാശം ആർക്കായിരിക്കും എന്നതിൽ ഇരുവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. അതുപോലെ തന്നെ ജർമ്മനിക്കും ഫ്രാൻസിനും വ്യത്യസ്തമായ സൈനിക ആവശ്യങ്ങളുമാണുള്ളത്. വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിമാനം ഫ്രാൻസിന് വേണം, എന്നാൽ വിമാനവാഹിനി കപ്പലുകളില്ലാത്ത ജർമ്മനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. 1980കളിൽ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് യൂറോഫൈറ്റർ ടൈഫോൺ നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോഴും ഫ്രാൻസ് അതിലുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാത്തതിനാൽ ഫ്രാൻസ് അതിൽ നിന്നും പിന്മാറി ഒറ്റയ്ക്ക് റഫാൽ നിർമ്മിച്ചു. പതിറ്റാണ്ടുകൾക്കിപ്പുറം FCASൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. കൂട്ടുകച്ചവടങ്ങൾ പൊതുവെ യൂറോപ്പിൽ പരാജയപ്പെടാറാണ് പതിവ്. ഇവിടെ നമ്മളെ സംബന്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ FCASന്റെ പരാജയവും ഒരുപക്ഷെ പ്രതിസന്ധിയിലായേക്കാവുന്ന ആംക എഞ്ചിനുമാണ്. ഇന്ത്യയുടെ തദ്ദേശീയ അഞ്ചാം തലമുറ വിമാനമായിട്ടുള്ള ആംക മാർക്ക് 2ന് 110 മുതൽ 120 കിലോ ന്യൂട്ടൺ കരുത്തുള്ള ഒരു പുതിയ എഞ്ചിൻ വേണം. ഇതിനായിട്ട് ഫ്രഞ്ച് കമ്പനിയായ സഫ്രാനുമായിട്ട് ചേർന്ന് പുതിയൊരു എഞ്ചിൻ നിർമ്മിക്കാനാണ് ഇന്ത്യ പ്ലാൻ ചെയ്തതും. ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് എഞ്ചിൻ വികസിപ്പിക്കുക, ഇന്ത്യ അത് ആംകയിലും ഫ്രാൻസ് അത് അവരുടെ ഭാവി വിമാനമായ FCASലും ഉപയോഗിക്കുക, ഇതായിരുന്നു ധാരണ. എന്നാൽ FCAS തകർന്നാൽ ഫ്രാൻസിന് ഈ പുതിയ എഞ്ചിൻ ഉപയോഗിക്കാൻ സ്വന്തമായി ഒരു വിമാനമില്ലാതെ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? എഞ്ചിൻ വികസിപ്പിക്കുന്നതിൻ്റെ മുഴുവൻ സാമ്പത്തിക ഭാരവും ഇന്ത്യയുടെ തലയിൽ വരാൻ സാധ്യതയുണ്ട്. കോടിക്കണക്കിന് ഡോളർ ചെലവുള്ള ഒരു എഞ്ചിൻ ഇന്ത്യക്ക് വേണ്ടി മാത്രം വികസിപ്പിക്കുക എന്നത് സാമ്പത്തികമായിട്ട് ഫ്രാൻസിന് ലാഭകരമല്ല. ഇനി FCASന് പകരം ഫ്രാൻസ് തനിച്ചൊരു ആറാം തലമുറ വിമാനം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ അതിലേക്ക് ഫണ്ട് ചെയ്യാനായിട്ട് അവർ ഇന്ത്യയെ ക്ഷണിച്ചേക്കാം. എന്നാൽ ഫ്രാൻസുമായിട്ട് ചേർന്ന് വിമാനം നിർമ്മിച്ചാൽ ഇന്ത്യക്ക് വിമാനത്തിൻ്റെ ഡിസൈനിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളൊക്കെ ഷെയർ ചെയ്ത കാര്യത്തിൽ ഫ്രാൻസ് പണ്ടേ പിശുക്കന്മാരാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ ഹിമാലയൻ അതിർത്തിയിലെ ആവശ്യങ്ങളല്ല ഫ്രാൻസിൻ്റെ ആവശ്യങ്ങൾ. അപ്പം നമ്മളുടെ ആവശ്യങ്ങളും പരിഗണിച്ചൊരു വിമാനം ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നതിൽ ഫ്രാൻസിനുള്ള താല്പര്യം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതെല്ലാം ഒരു പക്ഷേ തർക്ക വിഷയമായേക്കാം. അപ്പം നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആറാം തലമുറ ഓപ്ഷനുകൾ ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടോ എന്നാണ്. ഫ്രാൻസ് ഒഴികെ മറ്റേതൊക്കെ രാജ്യങ്ങളുമായിട്ട് ചേർന്ന് ഇന്ത്യക്ക് ആറാം തലമുറ വിമാനം നിർമ്മിക്കാൻ കഴിയും?
കാരണം നമ്മുടെ വ്യോമസേനയ്ക്ക് അടിയന്തരമായിട്ട് ഈ സാങ്കേതിക വിദ്യ ആവശ്യമുണ്ടെങ്കിലും ഉത്തരങ്ങൾ വളരെ നിരാശാജനകമാണ്. ഒന്നാമത്തെ കൺസിഡറേഷനാണ് GCAP. ബ്രിട്ടൻ, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ട് ഈ പ്രൊജക്റ്റ് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ജോലികൾ എന്തൊക്കെ ആരൊക്കെ ചെയ്യണമെന്നുള്ളതിൻ്റെ ഡിവിഷനും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ത്യ ഇപ്പം ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ വെറും ഒരു ഫിനാൻസിയർ മാത്രമായിട്ട്, അതായത് ഒരു സാമ്പത്തിക സ്രോതസ്സും മാത്രമായിട്ട് മാറും. വിമാനത്തിൻ്റെ ഡിസൈനിലോ ടെക്നോളജിയിലോ നമുക്ക് യാതൊരു പങ്കാളിത്തവും ലഭിക്കില്ല. പിന്നെ ഒരു ഓപ്ഷൻ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതെന്ന് പറഞ്ഞത് സുഖോയ് 57 നിർമ്മിച്ചിട്ടുള്ള റഷ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാം. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഉപരോധം ക്യാറ്റ്സ പോലെയുള്ളത് ഇന്ത്യയെ ബാധിക്കും. ഇതുകൂടാതെ യുക്രൈൻ യുദ്ധത്തോടെ റഷ്യയുടെ സപ്ലൈ ചെയിനും വലിയ തകർച്ചയിലാണ്. പിന്നൊരു ഓപ്ഷൻ ഉള്ളത് സ്വീഡനാണ്. മികച്ച ടെക്നോളജി കൈമാറാനായിട്ട് അവർ തയ്യാറാണ്. പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് ഫൈറ്റർ ജെറ്റിൻ്റെ എഞ്ചിനില്ല. അവർ പൂർണ്ണമായിട്ടും അമേരിക്കയുടെ എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത്. സുഹൃത്തുക്കളെ, സ്വന്തമായിട്ട് ഒരു ജെറ്റ് എഞ്ചിൻ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഇന്ത്യ ഇന്നൊരു ഡെഡ് എൻഡിലെത്തി നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ത്യ ഇന്ന് ഈ അവസ്ഥയിലാകാനുള്ള കാരണം പാശ്ചാത്യ രാജ്യങ്ങളൊന്നും അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൻ്റെ മെല്ലെപ്പോക്ക് തന്നെയാണ്. ഇന്ത്യയിൽ പണമില്ലാഞ്ഞിട്ടല്ലല്ലോ, സമയത്തിന് തീരുമാനമെടുക്കാത്തതാണ് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ഏറ്റവും വലിയ ശാപം. നമ്മൾ ആദ്യമായിട്ട് തന്നെ കാവേരി എഞ്ചിൻ്റെ പരാജയം ഒന്ന് പരിശോധിച്ചാൽ, തേജസ് വിമാനത്തിന് വേണ്ടി നിർമ്മിക്കാൻ ശ്രമിച്ച കാവേരി എഞ്ചിൻ, അതായത് 73 kN ത്രസ്റ്റുള്ള ഒരു എഞ്ചിൻ പരാജയപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ഒരെണ്ണം നിർമ്മിക്കുന്നതിന് പകരം നമ്മൾ ആ പ്രൊജക്റ്റ് ഏതാണ്ട് ഉപേക്ഷിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ എഞ്ചിൻ ഗവേഷണത്തിൽ കാര്യമായ നിക്ഷേപങ്ങളെ നടത്തിയിട്ടില്ല. ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ ആദ്യമായിട്ട് ഏഷ്യയിൽ സ്വന്തമായിട്ട് ഒരു യുദ്ധവിമാനം നിർമ്മിച്ച ഇന്ത്യയുടെ HF-24 കഥ. ആ പ്രൊജക്റ്റ് ഫെയിലായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിമാനം നിർമ്മിക്കുക എന്നുള്ള ഒരു പദ്ധതി എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചു. അന്നത് ഉപേക്ഷിക്കുന്നതിന് പകരം പുതിയൊരു വിമാനം പൂർവാധികം ശക്തിയോടെ വാശിയോടെ നിർമ്മിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മളിന്ന് ചൈനക്കാളൊക്കെ ഒരുപാട് മുമ്പിൽ നിന്നേനെ. ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിലോ പെർഫെക്റ്റ് വിമാനത്തിനായിട്ടുള്ള ഒരു കാത്തിരിപ്പ്. ഒരു വിമാനം ആദ്യം തന്നെ 100% പെർഫെക്റ്റ് ആകണമെന്ന് വാശി പിടിച്ച് നമ്മൾ വർഷങ്ങൾ കളഞ്ഞു കുളിച്ചു. ഇതിൻ്റെ പ്രധാന കാരണക്കാരൻ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെയാണ്. അമേരിക്കയുടെ F-35 പോലും നിരവധി പോരായ്മകളോടെയാണ് പറന്ന് തുടങ്ങിയത്. പിന്നീട് അവരത് അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകും തോറും സാങ്കേതിക വിദ്യ പഴയതായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫയലുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കരാറുകൾ. സാഫ്രാനുമായിട്ടുള്ള എഞ്ചിൻ കരാറോ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ റോൾസ് റോയ്സ് നൽകിയ മികച്ച ഓഫറോ ഇതുവരെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി പോലും പാസ്സാക്കിയിട്ടില്ല. ഇന്ന് നമ്മൾ പണം കൊടുത്താൽ നാളെ രാവിലെ ലഭിക്കുന്ന ഒന്നല്ല ഈ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ പുറമെ കൂനുമേ കുരു എന്ന് പറയുന്നത് പോലെ അമേരിക്കൻ കമ്പനിയായ GE എഞ്ചിനുകൾ കൃത്യസമയത്ത് നൽകാത്തത് കാരണം HALന് വ്യോമസേനയ്ക്ക് നൽകേണ്ട തേജസ് വിമാനങ്ങൾ കൈമാറാൻ കഴിയുന്നില്ല. 2024 മാർച്ചിൽ തുടങ്ങേണ്ടിയിരുന്ന ഡെലിവറി 2026 തുടങ്ങിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് അമേരിക്കയും യൂറോപ്പും പ്രതിരോധ രംഗത്ത് ഇത്രയധികം മുന്നേറുന്നത്? അമേരിക്കയുടെ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഗവൺമെൻറ് ഒന്നുമല്ല, ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളാണ്. ബ്രിട്ടനിൽ ഇത് BAE സിസ്റ്റംസ് ആണ്. അവിടെ ആരോഗ്യകരമായൊരു മത്സരമുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് കാലങ്ങളായിട്ട് HAL എന്ന ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കുത്തകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ആംക പ്രൊജക്റ്റിലേക്ക് ഇന്ത്യ സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ചിരിക്കുകയാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ്, ലാർസൻ ആൻഡ് ടൂബ്രോ, ഭാരത് ഫോർജ് തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് ആംകയുടെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനുള്ള അനുമതി നൽകാനായിട്ട് പ്രതിരോധ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സ്വകാര്യ കമ്പനികൾക്ക് കൃത്യമായ ടൈം ലൈൻ ഉണ്ട്. സമയത്ത് പ്രൊജക്റ്റ് പൂർത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കനത്ത സാമ്പത്തിക നഷ്ടവും വരും. അതുകൊണ്ട് വികസനം വേഗത്തിൽ നടക്കും. പിന്നെ ടാറ്റയും എയർബസും ചേർന്ന് ഗുജറാത്തിൽ C-295 വിമാനങ്ങൾ നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഭാവിയിൽ 6ാം തലമുറ വിമാനങ്ങളുടെ ഡിസൈനിലും വിദേശ കമ്പനികളുമായിട്ട് നേരിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് സ്വകാര്യ കമ്പനികൾക്ക് എളുപ്പത്തിൽ കഴിയും. കാരണം അവിടെ ചുവപ്പ് നാടുകൾ ഉണ്ടാവില്ല. HALനെ മാത്രം അമിതമായിട്ട് ആശ്രയിക്കാതെ ഒരു സമാന്തര പ്രതിരോധ നിർമ്മാണ ശൃംഖല, അതായത് പാരലൽ ഡിഫൻസ് എക്കോസിസ്റ്റം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇത് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ ഒഴിവാക്കും. ചുരുക്കത്തിൽ FCASന്റെ പരാജയം ഇന്ത്യക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. പ്രതിരോധ കാര്യങ്ങളിൽ ആരെയും അന്ധമായിട്ട് ആശ്രയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉടൻ തന്നെ ചില നടപടികൾ സ്വീകരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം.
ആറാം തലമുറ സ്വപ്നങ്ങൾ തൽക്കാലം മാറ്റിവെച്ച് അമേരിക്കയുടെ GE-F414 എഞ്ചിൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആംകാം മാർക്ക് 1 പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുക. പുതിയ കരാറ് പ്രകാരം ജിയുമായിട്ട് ചേർന്ന് F414 എഞ്ചിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതായതുകൊണ്ട് കാലതാമസം വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി, സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ നമ്മൾ ആദ്യം സ്വന്തമാക്കണം, മനസ്സിലാക്കണം. സഫ്രാനുമായിട്ടോ അല്ലെങ്കിൽ റോൾസ് റോയ്സുമായിട്ടോ ഉള്ള പുതിയ എഞ്ചിൻ കരാർ ഉടൻ തന്നെ ഒപ്പുവെക്കുക. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ ബ്യൂറോക്രാറ്റിക് കാലതാമസം ഒഴിവാക്കുക. അതുപോലെ പ്രതിരോധ മേഖലയിൽ സ്വകാര്യ കമ്പനികൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ആറാം തലമുറ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന ഗവേഷണം ഇപ്പം തന്നെ ആരംഭിക്കുക. സമയമാണ് ഏറ്റവും വലിയ ആയുധം. ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇന്ത്യയുടെ ആകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിദേശ രാജ്യങ്ങളുടെ മുമ്പിൽ കൈ നീട്ടേണ്ടതായിട്ട് വരും. സുഹൃത്തുക്കളെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വിശകലനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.